ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തായിരുന്നു ബലിപെരുന്നാളും ഉദുഹിയത്തും നമ്മോട് പറഞ്ഞത്? എന്താണ് ബലിപെരുന്നാളും ഉദുഹിയത്തും നമ്മെ പഠിപ്പിച്ചത്? ഒരു അവലോകനവും വേണമല്ലോ. എന്താ പഠിപ്പിച്ചത്? ഒരൊറ്റ പോയിന്റാണ് പഠിപ്പിച്ചത്. മനുഷ്യ, നീ നിന്നിലുള്ള മൃഗീയത അഥവാ നഫ്സ് അമ്മാറ, ഒരു മൃഗത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ, ഒരു മൃഗത്തിനുണ്ടാകുന്ന സ്വഭാവങ്ങൾ, അത് മനുഷ്യ നിന്നിലുണ്ട്. ഓരോ ജന്തുവിന്റെയും സ്വഭാവത്തെ നീ നിന്നിൽ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യ, ആ മൃഗങ്ങളെയൊക്കെ നീ കശാപ്പ് ചെയ്യണം. നിന്റെ മനസ്സിനകത്തുള്ള പോത്തിനെ, നിന്റെ മനസ്സിനകത്തുള്ള ആർത്തിയുടെ മൂർത്തഭാവമായ പന്നിയെ തുടങ്ങി മൃഗീയ ഗുണങ്ങളെയൊക്കെ നീ നശിപ്പിച്ചിട്ട്, മോനെ, മോളെ, വിശ്വാസി സമൂഹമേ, നഫ്സ് മുത്തുമയിന്നയിലേക്ക് കടന്നു വരണം. അമ്മാറത്തിനെ അറുക്കണം, മുത്തുമയിന്നയിലേക്ക് കടന്നു വരണം. ഈ പോയിന്റാ പഠിപ്പിക്കുന്നത്. ഇതാണ് പറഞ്ഞു തന്നത്. പെരുന്നാൾ ഇതാണ് പറഞ്ഞത്, ഉലൂഹിയത്ത് ഇതാണ് പറഞ്ഞത്, കർമ്മങ്ങളുടെ ജീവൻ ഇതാണ്. ഇതന്നെ നമ്മൾ പറയേണ്ടത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെരുന്നാളിന് മാത്രം പറഞ്ഞാൽ പോരാ. പ്രവാചകനെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര ആ പ്രവാചകന്റെ പേര് പറയുന്നുണ്ട് അത്തഹിയ്യാത്തില്? 1, 2, 3, 4 തവണയല്ല, ഒരു വക്തില്. എന്താണ് ആ പ്രവാചകന് ഇത്ര നമ്മളുമായിട്ട് ബന്ധം? എന്തുകൊണ്ടാ പ്രവാചകനെ ഫോളോ ചെയ്യാൻ ഖുർആൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു? മുസ്ലിം ഉമ്മത്തിനോട് അത് നിങ്ങളുടെ ബാപ്പയാണ്, നിങ്ങളുടെ പിതാവാണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം. അറബി കുലത്തിന് മാത്രല്ല പിതാവ്, ആദർശത്തിന്റെ പിതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ A to Z ഈ ഒരു സന്ദേശ പറയുന്നത്. നമ്മുടെ ഈ വിഷയം ഉണ്ടല്ലോ, ഏത് മാനസികമായി പരിവർത്തിപ്പിക്കാൻ, പരിവർത്തനം ലഭിക്കാൻ പ്രാപ്തരാക്കുന്ന പോയിന്റ്, അതാണ് ഖലീലുള്ളയുടെ ജീവിതം മുഴുവൻ നൽകുന്ന സന്ദേശം. ഓമന മകനെ ബലി നൽകാൻ സന്നദ്ധനായതു മാത്രമല്ല, മഹാനായ ആ പ്രവാചകന്റെ അടക്കങ്ങളും അനക്കങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാത്തിലുമുണ്ട് ഈ ഒരു പോയിന്റ്. ഏതൊരു പോയിന്റ്? മനുഷ്യ, നീ നിന്നിലെ മൃഗീയതയെ കൊല്ലണം. ഒരു ഉദാഹരണം പറയാം, ഖുർആൻ പറഞ്ഞ ഉദാഹരണം. ഒരിക്കൽ ഖലീലുള്ള അള്ളാഹുവിനോട് ചോദിച്ചു, തമ്പുരാനെ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അല്ലാഹ്? നീ എങ്ങനെയാണ് ശവങ്ങളിൽ ജീവനിടുന്നത് അല്ലാഹ്? സംശയം കൊണ്ട് ചോദിച്ചതല്ല. അക്കാര്യത്തിൽ സംശയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇല്ല. പിന്നെന്തേ ചോദിച്ചത്? ഉറപ്പുണ്ട്, അള്ളാഹു നിർജീവ വസ്തുക്കൾക്ക് ജീവനിടും, ശവങ്ങളെ അള്ളാഹു ജീവിപ്പിക്കും എന്ന കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉറപ്പുണ്ട്. പിന്നെന്തിനാ ചോദിച്ചത്? ഈ ഉറപ്പിനൊരു ഉറപ്പ് കൂടാൻ. ഉറപ്പ് പലതരമുണ്ട്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഖുർആൻ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉറപ്പ് പലതരമുണ്ട്. എല്ലാ ഉറപ്പും ഒരുപോലെയല്ല. ഉറപ്പിനുമുണ്ട് ശക്തി കൂടുതലും കുറവും. ഇൽമുൽ യഖീൻ, അറിവ് കൊണ്ട് കിട്ടുന്ന ഉറപ്പ്. ഐനുൽ യഖീൻ, കണ്ടുകൊണ്ടുണ്ടാകുന്ന ഉറപ്പ്. ഹഖുൽ യഖീൻ, അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ഉറപ്പ്. മക്കയുണ്ട് എന്നതൊരു പരമാർത്ഥമാണ്. ഇവിടെ മക്കയിൽ പോയവരും പോകാത്തവരും കാണും. ഹജ്ജിനും ഉംറക്കും പോയവരും ഉണ്ടാകും. ഇതുവരെ മക്ക എന്ന പുണ്യഭൂമി കാണാത്തവരും ഈ കൂട്ടത്തിലുണ്ടാകും. കാണാത്തവർ, മക്കയിൽ പോകാത്തവർ, അവർക്ക് മക്ക ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ആ ഉറപ്പ് ഇൽമുൽ യഖീൻ, അറിവ് കൊണ്ട് കിട്ടുന്ന ഉറപ്പാ. സംശയം മക്കൊന്നുമില്ല എന്ന് പറയൂലല്ലോ തലക്ക് വെളിവുള്ളവൻ. ഉറപ്പാണ് മക്ക ഉണ്ട്, പോകാത്തവനും അറിയാം.
അവന്റെ ഉറപ്പ് ഇൽമുൽ യഖീൻ, അറിവ് കൊണ്ടുണ്ടാകുന്ന ഉറപ്പാ. പോയ ആളുകളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അവരുടെ ഉറപ്പ് ഐനുൽ യഖീൻ, കണ്ട ഉറപ്പാണ്, കണ്ടിട്ടുള്ള ഉറപ്പാണ്. ഇതിന്റെ അപ്പുറത്ത് ഏറ്റവും ശക്തമായ ഒരു യഖീൻ ഉണ്ട്, അത് ഹഖ്ഖുൽ യഖീനാണ്. ഭാര്യ ചായയിൽ പഞ്ചസാര കലർത്തിയിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു, ഇതിൽ മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഉറപ്പാ കെട്ടിയോള് മധുരട്ട് കൊണ്ടുവരികയാണ്. ഇൽമുൽ യഖീന. അവൾ പഞ്ചസാര സ്പൂണിലെടുത്ത് കലക്കുന്നത് കണ്ടു, ഐനുൽ യഖീന. ആ പഞ്ചസാര ഇളക്കി മധുരം ചേർത്ത ചായ കുടിക്കുമ്പോൾ ഹഖ്ഖുൽ യഖീൻ, അതൊരു അനുഭവത്തിന്റെ ആസ്വാദനത്തിന്റെ ഉറപ്പ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ കാര്യത്തിൽ ഈ ഹഖ്ഖുൽ യഖീനിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട്. നമ്മൾ ഹഖ്ഖുൽ യഖീന് പോയിട്ട് ഇൽമുൽ യഖീനായിട്ടില്ല. അള്ളാന്റെ കാര്യത്തിലും പരലോകത്തിന്റെ കാര്യത്തിലും ഒരു ഊഹാപോഹം, ഒരു പൊഹ. ഈമാന്റെ കാര്യത്തിൽ മനസ്സിലാകെ ഒരു പൊഹ, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകണം. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക. ഞാൻ സ്വയം പ്രാപ്തനായതിനു ശേഷം നിങ്ങളെ, ഈ ജമാഅത്തിലെ ഓരോ മുസൽമാനെയും പ്രാപ്തനാക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ അതാ നിർവഹിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉറപ്പുണ്ട്, ഇൽമുൽ യഖീനുണ്ട്. നിർജീവ വസ്തുക്കൾക്ക് ജീവനിടുന്നവനാണ് അല്ലാഹ്, ശവങ്ങളെ പുനർജീവിപ്പിക്കുന്നവനാണ് അല്ലാഹ് എന്ന ഇൽമുൽ യഖീൻ, അറിവിന്റെ ദൃഢത, ഉറപ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ട്. അതൊന്ന് ഐനുൽ യഖീനായി, ലൈവായി കണ്ടുകൊണ്ടൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഈ ശവങ്ങളെ നീ ജീവിപ്പിക്കും അല്ലാഹ്? ഈ ചോദ്യത്തിന്റെ കാരണം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. വസബബു സുആലി ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിനോട് എങ്ങനെയാണ് ശവങ്ങളെ ജീവിപ്പിക്കുന്നത് റബ്ബേ, അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ കാരണം അന്നഹു മർറ ബിസാഹിലി ബഹ്രിൻ യൗമൻ, ഒരു ദിവസം ഒരു സമുദ്ര തീരത്തുകൂടെ ബീച്ചിലൂടെ നടന്നു പോവുകയാണ് ഖലീലുള്ളാഹ്. ഫവജദ ജീഫത ഇൻസാൻ, ഒരു മനുഷ്യന്റെ ജഡം. കടൽക്കരയിൽ ഒരു ശവം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുന്നു. പറവകൾ അതിൽ നിന്ന് കൊത്തിപ്പറിച്ച് തിന്നുന്നു. പൂച്ചയും നായ്ക്കളും വന്ന് മാന്തി പറിച്ച് ഭുജിക്കുന്നു ഈ ശവത്തിൽ നിന്ന്. പടച്ചവനെ, ഇതൊരു മനുഷ്യന്റെ ജഡമാണ്, മയ്യിത്താണ്. ഇത് പറവകളുടെ ആഹാരമായി മാറുകയാണ്, മൃഗങ്ങളുടെ ഭക്ഷണമായി മാറുകയാണ്. നാളെ അവകളുടെ മലവും മൂത്രവുമായി ഇത് വിസർജിക്കപ്പെടും. അല്ലാഹ്, ഇതിനൊരു ജീവിതം ഇനി വരുന്നുണ്ടല്ലോ, ഇതിനെ ഒരു തട്ടിക്കൂട്ടി ഒരു പുനരുദ്ധാരണം വരുന്നുണ്ടല്ലോ, പുനർജീവൻ ഇതിന് വരുമല്ലോ അല്ലാഹ്. അതെങ്ങനെ? എനിക്ക് ഉറപ്പുണ്ട്, എങ്ങനെ ലൈവായി ഒന്ന് കണ്ടിരുന്നെങ്കിൽ. മാത്രമല്ല, ദുഷ്ടനായ നമ്രൂദ് ചക്രവർത്തിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. എടാ, എന്റെ റബ്ബ് നീ കാണുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ നീ ഈ അവകാശപ്പെടുന്ന ദേവതകളോ ദേവിമാരൊന്നും അല്ല. റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്റെ ഉടമസ്ഥൻ. ഇത് കേട്ടപ്പോ ധിക്കാരിയായ നമ്രൂദ് എന്താ പറഞ്ഞത്? അത് എനിക്ക് പറ്റുന്ന പണിയല്ലേ ഇബ്രാഹിമേ, ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്ന ക്വാളിറ്റിയാണോ നിന്റെ ദൈവത്തിനുള്ളത്? അത് എനിക്ക് പറ്റുമല്ലോ. പാവപ്പെട്ട 2 തടവുകാരെ ഹാജരാക്കാൻ ദുഷ്ടനായ ചക്രവർത്തി നമ്രൂദ് ഉത്തരവിട്ടു. ആരവിടെ? ആ കാരാഗ്രഹത്തിൽ നിന്ന് 2 പേരെ പിടിച്ചു കൊണ്ടുവരൂ. മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. ഒരാളുടെ കഴുത്തറുത്തു കൊന്നു, മറ്റേയാളെ ചുമ്മാ വിട്ടു. കണ്ടില്ലേ, ഒരാളെ ഞാൻ മരിപ്പിച്ചിരിക്കുന്നു, ഒരാളെ ഞാൻ ജീവിപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതല്ലടാ നിർജീവ വസ്തുക്കൾക്ക് ജീവനിടൽ. ഇത് ഉറപ്പുള്ള കാര്യമാണ്, ഒന്ന് കാണണം. ഈ ചോദ്യവും അതിനുള്ള മറുപടിയും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 260 സൂക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ
റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ. യാ നബിയേ, അങ്ങ് പറയണം, അങ്ങ് അനുസ്മരിക്കണം, അങ്ങ് ഉമ്മത്തുമായി പങ്കുവെക്കണം. ഇബ്രാഹിം തന്റെ നാഥനോട് അപേക്ഷിച്ച സമയം, പ്രാർത്ഥിച്ച സമയം, ആവശ്യപ്പെട്ട ആ സന്ദർഭം അങ്ങ് ഉമ്മത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ. ശവങ്ങളെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്നു കാണിച്ചു താ തമ്പുരാനെ. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, ചോദിച്ചത്. ഖാല അവലം തുഅ്മിൻ. അല്ലാഹു ചോദിച്ചു, ഇബ്രാഹിമേ, അവലം തുഅ്മിൻ, ഞാൻ ജീവിപ്പിക്കുമെന്ന കാര്യത്തിൽ വിശ്വാസമില്ലയോ, ഈമാനില്ലയോ ഇബ്രാഹിമേ? ഖാല ബലാ, എനിക്ക് വിശ്വാസമുണ്ടല്ലാ, അക്കാര്യത്തിൽ ഈമാനുണ്ടല്ലാ, അക്കാര്യത്തിൽ ഉറപ്പുമുണ്ടല്ലാ. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എനിക്കൊന്ന് നഫ്സ് മുത്മഇന്നയിലെത്തണം. എന്തിനാ കാണണേ? പോയിന്റ്, എനിക്കൊന്ന് നഫ്സ് മുത്മഇന്നയിലെത്തണം, എൻ്റെ ഹൃദയത്തിനൊരു തുമഇനീനത്ത് കിട്ടണം, ഒന്നടങ്ങണം. യാതൊരു ചാഞ്ചാട്ടവും യാതൊരു സന്ദേഹത്തിന്റെ കണികയും ഒന്നുമില്ലാത്ത വിധത്തിൽ എൻ്റെ ഹൃദയം ഒന്നടങ്ങണം. ഈ അടക്കത്തിന് വേണ്ടി വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഈമാനില്ലാത്തത് കൊണ്ടല്ല, നീ ജീവിപ്പിക്കുമോ എന്ന സംശയം വന്നത് കൊണ്ടല്ല, എനിക്ക് ദൃഢതയൊന്ന് വളരാൻ, എൻ്റെ യഖീനിലൊരു പുരോഗതി ഉണ്ടാകാൻ, എനിക്ക് നഫ്സ് മുത്മഇന്നയിലെത്താൻ വേണ്ടി അല്ലാഹുവേ അത് കാണിച്ചു താ തമ്പുരാനെ. ഈ ചോദ്യവും മറുപടിയൊക്കെ ആയപ്പോ പിന്നെ അതിനുള്ള വഴി അല്ല പറയാൻ. قال فخذ أربعة من الطير فصرهن إليك. എങ്കിൽ താങ്കൾ 4 പക്ഷികളെ പിടിക്കൂ, 4 പക്ഷികളെ പിടിക്കൂ. ഫസുർഹുന്ന ഇലൈക, ആ 4 പക്ഷികളെയും അങ്ങയിലേക്ക് അടുപ്പിക്കുകയും ഇണക്കുകയും ചെയ്യൂ. ആ 4 പറവകളെ താങ്കൾ നന്നായി ഒന്ന് പരിചയപ്പെടൂ. എന്തിനാ പരിചയപ്പെടണേ? ഇവകളെ കൊന്നിട്ട് അരച്ച് മിക്സാക്കിയിട്ട് ജീവിപ്പിക്കാൻ പോവാണ്. ഇത് ഏതാ മുതല് എന്ന് മനസ്സിലാകാതെ ഈ പണി ചെയ്താൽ വേറെ 4 പറവകളെ വിട്ടാൽ മതിയല്ലോ. ഏതൊക്കെ ഞാൻ അറുത്തു കൂട്ടിയത് എന്നൊന്ന് നന്നായിട്ട് ഗ്രഹിക്കുകയും താങ്കളിലേക്ക് അടുപ്പിച്ച് ഇണക്കി നോക്കണം. എന്നിട്ട് അവകളെ ഓരോന്നിനെയും അറുത്ത് നുറുക്കി പീസ് പീസാക്കി അതിൻ്റെ ചിറകുകളോ തൂവലുകളോ ഒന്നും തന്നെ പുറത്ത് കളയരുതേ. ഈ 4 പക്ഷികളെ അറുത്ത് വെട്ടി നുറുക്കി കൂട്ടിക്കുഴച്ച് മിക്സാക്കണം. സുമ്മജ്അൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, ഓരോ പർവ്വതങ്ങളിലും ഇതിൽ നിന്ന് ഈ കൂട്ടിക്കുഴച്ചതിൻ്റെ ഓരോ അംശം കൊണ്ടുപോയി വെക്കണം. മുഫസ്സിറുകൾ പറയുന്നു 4 പർവ്വതങ്ങളിൽ വെക്കണം, അല്ല 7 എന്ന് അഭിപ്രായമുണ്ട്. ഈ കൂട്ടിക്കുഴച്ച ഇറച്ചി, തൂവലും ഈ അസ്ഥിയും മാംസവും എല്ലാം കൂടി വെട്ടി നുറുക്കിയത് 4 പർവ്വതങ്ങളിൽ വെക്കണം. എന്നിട്ട് ആ മാംസങ്ങളെ, കൂട്ടിക്കുഴച്ച മാംസങ്ങളെ, പക്ഷികളുടെ പാർട്സ് ഭാഗങ്ങളെ, നിർജീവ വസ്തുക്കളെ, അവകളെ വിളിക്കൂ താങ്കൾ, അവകളെ വിളിക്കൂ താങ്കൾ. ഒട്ടും സമയം കളയാതെ ആ 4 പക്ഷികളും താങ്കളിലേക്ക് ഓടി വരുന്നത് താങ്കൾക്ക് കാണാനാകും. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു ജീവിപ്പിക്കല്ല ഇവിടെ ചെയ്യുന്നത് സത്യത്തില്.
ഇത് സത്യത്തിൽ ഇൽമുൽ യഖീനും അയ്നുൽ യഖീനും അല്ല ഹഖുൽ യഖീനും കൂടി ആകുന്നുണ്ട്. ഇബ്രാഹിമെ ഇതൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് ഞാനൊരു സമയം തീരുമാനിക്കും, ആ സമയത്ത് ഇവകളും പറന്ന് എണീക്കും എന്നല്ല പറഞ്ഞത്. സുമ്മദുഉന്ന, താങ്കൾ വിളിക്ക്, താങ്കൾ ജീവിപ്പിക്ക്. അല്ല ജീവിപ്പിക്കൽ ഇവിടെ ചെയ്യുന്നത്. സുമ്മദുഉന്ന യാ ഇബ്രാഹിം, താങ്കൾ വിളിച്ചോന്ന്, താങ്കൾക്ക് സൗകര്യമുള്ള നേരത്തെ താങ്കൾ വിളിച്ചോ, അപ്പൊ കാണാം അവർ പറന്ന് എണീറ്റ് ജീവനോടെ വരുന്നത് കാണാം. അപ്പൊ ഹഖുൽ യഖീനാണ് ഇവിടെ ഉണ്ടാകുന്നത്, അയ്നുൽ യഖീനും അല്ല, കണ്ടിട്ടുള്ള ഉറപ്പുമല്ല, അനുഭവ ബോധ്യാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ അള്ള പറഞ്ഞപ്പോ ഇബ്രാഹിം നബി എന്താ ചെയ്തത്? ഇപ്പൊ 4 പക്ഷികളെ കിട്ടണല്ലോ, ഏത് പക്ഷിനെ പിടിക്കുക? ഏതെങ്കിലും 4 പക്ഷിയെ പിടിക്കുക, അത് ശരിയാവില്ല. ഇബ്രാഹിം നബിയാണ് ആള്. ഒരു ഇനത്തിൽപ്പെട്ട 4 വീട്ടിലുള്ള കോഴിനെ തന്നെ പിടിക്കുക, അതും ചെയ്തില്ല. പ്രത്യേക ഇനങ്ങളിൽപ്പെട്ട 4 ഇനങ്ങളിൽപ്പെട്ട 4 പക്ഷികളെയാണ് ഖലീലുള്ള പിടിച്ചത്. അതേതാ? അർബഅതം മീനത്തുയൂരി ത്വയ്യറു ത്വാഊസുനാദീകുൻ ഖുറാബുൻ നാസിറു കിബ്റും വശഹ്വാതും വഹിർസും വൽഉജുബ് വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. പറവകളിൽപ്പെട്ട 4 പക്ഷികളെയാണ് പിടിച്ചത്. അതേതൊക്കെ? ത്വാഊസുന, ഒന്ന് നമ്മുടെ മയിലാണ്, മയില്. ദീക്കുൻ, രണ്ടാമത്തേത് കോഴിയാണ്. ഖുറാബുൻ, മൂന്നാമത്തേത് കാക്കയാണ്. നസ്റുൻ, 4മത്തേത് പരുന്താണ്. അർബഅതം മീനത്തുയൂരി ത്വയ്യറു, മുഫസ്സിറുകള് അത് കവിതയാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ത്വാഊസുനാദീകുൻ ഖുറാബുൻ നാസിറു, മയിലാണ്, കോഴിയാണ്. 4 പക്ഷികൾ, കാക്കയാണ്, പരുന്താണ്. എന്തേ ഇവകളെ സെലക്ട് ചെയ്ത്? അള്ള പറഞ്ഞു 4 പക്ഷികളെ പിടിക്കാൻ. എന്തേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ 4 പക്ഷിയെ പിടിക്കാൻ നിന്നാണ്? പ്രാവിനെ പിടിക്കാത്തത് എന്തുകൊണ്ട്? കഴുകനെ പിടിക്കാതിരുന്നത് എന്തുകൊണ്ട്? എന്തേ ഈ 4 പക്ഷികളെ സെലക്ട് ചെയ്തത്? അൽ ഹിക്മത്തു ഫി ഇഖ്തിയാരി ഹാദിഹി തുയൂരിൽ അർബഅ, ഈ 4 ഇനത്തിൽപ്പെട്ട ഓരോ പക്ഷികളെ പിടിക്കാനുണ്ടായ കാരണം ശബഹം ബിൽ ഇൻസാൻ, മനുഷ്യനുമായി, മനുഷ്യന്റെ ചില സ്വഭാവങ്ങളുമായി ഈ 4 പക്ഷികൾക്ക് ബന്ധമുണ്ട്. അതെന്താ? ഫഇന്ന ഫി ത്വാഊസി കിബ്ർ, മയില് ഈഗോയുടെ, അഹങ്കാരത്തിന്റെ പ്രതീകമാണ് മയില്. അവന്റെ പീലിയൊക്കെ വിടർത്തിയിട്ട് നിൽക്കുമ്പോ കുറച്ച് ഒരു ദുരഭിമാനി, ഒരു അഹങ്കാരിയായിട്ട് മയിലിനെ ചിന്തകന്മാർ പറയാറുണ്ട്, പരിചയപ്പെടുത്താറുണ്ട്. കിബിറിന്റെ, ഈഗോയുടെ, അഹങ്കാരത്തിന്റെ പ്രതീകമാണ് മയില്. ഫഇന്ന ഫി ത്വാഊസി കിബ്റൻ വഫി ദീക്കി ശഹ്വതൻ, കോഴിക്കുള്ളത് എന്താണ്? കാമമാണ്, ഭോഗേച്ഛയാണ്. ആ സൂക്കേട് നല്ല ഉള്ളൊരു ജന്തുവാണ് കോഴി, ഒരു പക്ഷിയാണ്. നമ്മുടെ മുന്നിലൊക്കെ ആ വൈകാരിക പ്രകടനങ്ങളൊക്കെ ലൈവായിട്ട് നമ്മളെപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് കോഴി എന്നുള്ളത് കാമവികാരത്തിന്റെ പ്രതീകമാണ് കോഴി. അങ്ങനെ വഫിൽ ഖുറാബി അൽ ഹിർസു, കാക്ക എന്ന് പറയുന്നത് ആർത്തിയുടെ മൂർത്തരൂപമാണ്. കാക്ക ഉള്ള ശവവും വേസ്റ്റൊക്കെ വാരി വലിച്ച് കൊത്തി തിന്നുന്ന സ്വഭാവം ആർത്തിയുടെ പ്രതീകമാണ് കാക്ക. പരുന്ത് എന്ന് പറയുന്നത് ഉൾനാട്യത്തിന്റെ അകപ്പെരുമയുടെ പ്രതീകമാണ്. ഉൾജിബ് അതൊരു മനോരോഗം, കിബറല്ല കേട്ടോ. ഉൾനാട്യം, ഞാൻ തരക്കേടില്ല, ഇതൊരു കുറ്റാണ്. ഞാൻ തരക്കേടില്ല, ഞാൻ ഒരു സംഭവമാണ്. ഇതുണ്ടല്ലോ എസ് പി എന്ന് പറയും, സ്വയം പൊങ്ങി. ഇതിനെ ഉൾജിബ് എന്ന് പറയും. ഇതൊരു വലിയ സൂക്കേടാ. പക്ഷെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആഖിറുമാ യഖ്റുജു മിൻ ഖൽബി സ്വിദ്ദീഖി അൽ ഉജുബു. അമ്പിയാക്കള് കഴിഞ്ഞാൽ പിന്നെ സ്വിദ്ദീഖീങ്ങളാണ് പവറുള്ള ആളുകള്. അള്ളാന്റെ ഔലിയാക്കളൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരം ഔട്ടാകും, കാമം ഔട്ടാകും, ദേഷ്യം ഔട്ടാകും, ആർത്തി ഔട്ടാകും. എല്ലാം പോയാലും അകത്ത് തങ്ങിക്കിടക്കുന്ന സാധനമാണ് ഉജ്ബ്. ഞാൻ മോശക്കാരനല്ലല്ലോ,
ഇത് ലാസ്റ്റേ പോകുള്ളൂ, ഏറ്റവും അവസാനം ഈ സാധനം ഇറങ്ങിപ്പോവുള്ളൂ. അത്ര മനുഷ്യ ഹൃദയവുമായി അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മനോരോഗമാണ് ഉജ്ബ്. പരുന്ത് പറഞ്ഞ സാധനം ഈ ഉൾനാട്യത്തിന്റെ പ്രതീകമാണ്. ശബഹം ബിൽ ഇൻസാൻ. എന്നിട്ട് കവി പറയുന്നു, ത്വാഊസുനാദി കുൻ ഗുറാബുൻ നസ്റു കിബ്റും വശഹ്വാതും വഇർസും വൽഉജ്ബ് വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. കള്ളന്മാരുടെ, മോശപ്പെട്ട ആളുകളുടെ, തെമ്മാടികളുടെ സ്വഭാവങ്ങളാണ് ഈ നാലും. അള്ളാഹു 4 പറവകളെ അറുക്കാൻ പറഞ്ഞപ്പോ ഈ 4 സ്വഭാവമുള്ള പക്ഷികളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സെലക്ട് ചെയ്ത് പിടിച്ചു, എന്നിട്ട് അറുത്തു. എന്ത് പഠിപ്പിക്കാന്? മനുഷ്യ, എനിക്ക് തുമഇനീനത്ത് കിട്ടാൻ, എനിക്ക് മുത്തുമയിന്നയിലെത്താനാണ് അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചതും അള്ളാഹു അതിന് വഴി പറഞ്ഞു തന്നതും. ഞാൻ മുത്തുമയിന്നയിലേക്ക് യാത്ര പോവുകയാണ്. ആ യാത്രക്കൊരുങ്ങുന്ന ഞാൻ, എന്റെ റബ്ബനോട് 4 പക്ഷികളെ പിടിച്ചറുക്കാനാണ് പറഞ്ഞതെങ്കിൽ ശബഹം ബിൽ ഇൻസാൻ, മനുഷ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ട 4 പക്ഷികളെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. അവകളെ ഞാൻ അറുത്ത് വെട്ടി നുറുക്കി കൂട്ടിക്കുഴക്കാണ്. മനുഷ്യ, നിനക്ക് നഫ്സ് മുത്തുമയിന്നയിലെത്തണോ, സമാധാനമുള്ള മനസ്സ് വേണോ, ഈ 4 സ്വഭാവങ്ങളെ അറുത്ത് നുറുക്കി വെട്ടിക്കൂട്ടി നീ ഒന്ന് കുഴക്കണം. ഇത് ഖുർആനിന്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ കിട്ടുന്ന ആശയാ. ഖുർആൻ കൂട്ടരെ ആകെ വായിച്ചാല് നമ്മളിപ്പോ റമദാനിൽ എത്ര വട്ടം വായിച്ചു തീർക്കും? 4 ഖത്തം, 5 ഖത്തം, 10 ഖത്തൊക്കെ തീർത്തില്ലേ നമ്മള്? പക്ഷെ എൻ്റെ വരികൾക്കിടയിൽ വായിക്കാണ്ട് ആ വായന തീരൂലല്ലോ. സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കി എഴുതിയാലും തീരാത്ത വരികൾ ആ വരികൾക്കിടയിലുണ്ടല്ലോ. അവിടുന്നാണ് ഇത് വായിക്കാൻ കിട്ടുക. ഈ 4 പറവകൾ ദുസ്വഭാവങ്ങളുടെ പ്രതീകങ്ങളാണ്, മൂർത്തഭാവങ്ങളാണ്. ആ ദുസ്വഭാവങ്ങളെ നീ ഒന്ന് നശിപ്പിച്ച് ഒന്ന് കൂട്ടിക്കുഴക്കണം. എന്നിട്ട് മനുഷ്യ ജീവിതത്തിൽ ഈ വികാരങ്ങളൊക്കെ ആവശ്യമുണ്ട്. കാമെന്ന് പറഞ്ഞ വികാരം ആവശ്യമുള്ളതാ അല്ലേ? അതിനെ മുസ്ലിമാക്കണം. കാമത്തിനെ മുസ്ലിമാക്കണം. ആവശ്യമുള്ളിടത്ത് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞാൽ 100 കുതിരശക്തിയിൽ ആ സാധനങ്ങൾ വരണം, അനുവദിക്കപ്പെട്ട മേഖലയിൽ. അപ്പോൾ മുസ്ലിം അല്ലാത്തിടത്തേക്ക് ഈ സാധനം, ഈ കോഴി നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോ, നമ്മിലെ കോഴി നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോ പോകാൻ പറ്റൂല. അതിനെന്ത് വേണം? ഇതൊന്ന് അറക്കണം. അറുത്തിട്ടൊന്ന് കൂട്ടിക്കുഴച്ചിട്ട് ഒന്ന് റെഡിയാക്കി നിർത്തണം. മുസ്ലിങ്ങളായിട്ട് സ്റ്റഡിയായിട്ട് നിലനിർത്തണം. ഈ ഒരു സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനത്തിൽ നിന്ന് പ്രകടമാകുന്നത് എന്ന് ആരിഫീങ്ങളായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്നുള്ള ഔലിയാക്കൾ ഇതിന്റെ ആശയം മുസ്ലിം ഉമ്മത്തിനുമായി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ എല്ലാ ഇസ്ലാമിക ചടങ്ങുകളുടെയും ആരാധനാനുഷ്ഠാനങ്ങളുടെയും സദാചാര നിഷ്ഠകളുടെയും ആഘോഷങ്ങളുടെയും പുണ്യദിനങ്ങളുടെയും അനുസ്മരണ ദിനങ്ങളുടെയും ഒക്കെയും മെസ്സേജ്, മനുഷ്യ നീ മാനസികമായി വളരണം. ഇതാണ്. അതുകൊണ്ട് നഫ്സ് മുത്തുമയിന്നയിലേക്ക് നമുക്ക് യാത്ര പോണം. അതിനെന്താ വേണ്ടത്? ആദ്യമായി മനുഷ്യന്റെ മനസ്സുകളിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും നാം പഠിക്കണം. നമുക്ക് നഫ്സ് മുത്തുമയിന്നയിൽ എത്തണമെങ്കിൽ, സമാധാനമുള്ള മനസ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, ടെൻഷന്റെ കാരണങ്ങൾ എന്ത്, ആ കാരണങ്ങൾക്കുള്ള പരിഹാരം എന്ത്, ഇത് നമ്മൾ പഠിക്കണം. ഒന്ന് ഉണർന്നോ? കണ്ണു മാത്രമല്ല, മനസ്സും കൂടി ഉണർന്നോ? കോടിക്കണക്കിന് രൂപ കൊടുത്താൽ മേടിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് ഇനി ഇവിടെ സപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇന്നും അടുത്ത ആഴ്ചയും, പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീക്കും കൂടെ. കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്തൊരു സാധനമാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സമാധാനം, തുമഇനീനത്തുൽ ഖൽബ്. അതിനെന്ത് വേണം? ആദ്യമായിട്ട് മനുഷ്യന്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണം എന്ത്, ടെൻഷന്റെ കാരണം എന്ത്, ആ കാരണം പഠിച്ചിട്ട് എന്താണ് പരിഹാരം? മനുഷ്യ മനസ്സ് വളരെ അസ്വസ്ഥമാണ്.
മനുഷ്യൻ പിറന്നു വീഴുന്നത് തന്നെ, ജനിക്കുന്നത് തന്നെ കരഞ്ഞും കൊണ്ടാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് അവന്റെ അസ്വാസ്ഥ്യങ്ങൾ, അവന്റെ ടെൻഷനുകൾ. പിറവിയോടെ, ജനനത്തോടെ തുടങ്ങുകയാണ്. ടെൻഷന്റെ കാര്യത്തിൽ നിന്ന് ആരും ഒഴിവല്ല. പണ്ഡിതനും പാമരനും, പണക്കാരനും പണിക്കാരനും, അധികാരിയും പ്രജയും ടെൻഷനിൽ നിന്നൊഴിവല്ല. വലിയ ആലിമായിരിക്കും, വലിയ ഖതീബ്, ഖാളി, ഖുലാത്തായിരിക്കും. നാട്ടിലെ പാവങ്ങള് ചങ്കിടിപ്പോടെ, നെഞ്ചിടിപ്പോടെ ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് പരിഹാരം ചോദിക്കുമ്പോ ആ സാധുവിനെ സമാധാനിപ്പിച്ച് വിടും ചെയ്യും ഈ ആലിമുൽ അല്ലാമ. മൂപ്പര പച്ചയായ ജീവിതത്തിൽ ചെറിയൊരു വീക്ക് വന്നാൽ, ചെറിയൊരു ഹലല് ഡാമേജ് വന്നാൽ മൂപ്പരും ബേജാറായി. തമാശ പറയല്ലത്. പണ്ഡിതൻ ടെൻഷനിൽ നിന്നൊഴിവല്ല, സാധാരണക്കാരനും ഒഴിവല്ല, പണക്കാരും ഒഴിവല്ല. പണക്കാർക്ക് ടെൻഷൻ കൂടുതലാണ്. എന്താ ടെൻഷൻ കൂടുതൽ? പഠിച്ചോനെ ഒരു ടെൻഷൻ മിനിമം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ, ഇത് ഇട്ടച്ച് ഒരു ദിവസം മരിച്ചു കൊണ്ടിരുമല്ലോ, അത് ഓർക്കുമ്പോ ഏതായാലും ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ഒരു പണക്കാരന് ഒഴിവാവൂല. അപ്പൊ എല്ലാ ആളുകൾക്കുണ്ട്. എനിക്കറിയാം, വലിയ ഹാജിയര്, അമ്പര ചുംബിയായ ഭവനമുണ്ട്, വീടിന്റെ പോർച്ചില്, വീടിന്റെ കാർ പോർച്ചില് ബെൻസ് കാറുണ്ട്, 3-4 ചുറുചുറുക്കുള്ള ആൺമക്കളുണ്ട്, സ്നേഹിക്കാനും ലാളിക്കാനും 2 പെൺമക്കൾ വേറെയുണ്ട്, 3-4 ഫാക്ടറികൾ സ്വന്തമായിട്ടുണ്ട്, ലിക്വിഡ് മണി ഇഷ്ടം പോലെ നീക്കിയിരിപ്പുണ്ട്, ഇഷ്ടം പോലെ കറൻസി ഉണ്ട്, ബാങ്ക് ബാലൻസ് എമ്പാടുണ്ട്. ഈ ഹാജിയര് ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് ബെല്ലടിച്ചു. എന്ത് ഹാജിയരെ? ഉസ്താദെ സമാധാനമില്ല, ഉറക്കം വരുന്നില്ല, ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടൊന്ന് മൂർധാവിലൊന്ന് മന്ത്രിച്ചേ. എന്തിനാ മന്ത്രിക്കണേ? എന്തായപ്പോ കുഴപ്പമുള്ളത്? നമ്മൾ നോട്ടത്തിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ആജിയർക്ക് ഒരു ദിവസം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല. ചിലപ്പോൾ ഇതായിരിക്കും ഒരു ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഒരു അസ്വസ്ഥത. പഠിച്ചോനെ ഇത് അറ്റാക്കേറ്റാണോ? ആണെങ്കിൽ ഇപ്പൊ പോണ്ടി വരുമല്ലോ നാളെ, ഇതായിരിക്കും ചിലപ്പോ. എന്തോ കാരണം അറിഞ്ഞില്ലെങ്കിലും മനുഷ്യൻ അസ്വസ്ഥനാണ്. ഏതാളും ഏതവനും ടെൻഷനിൽ നിന്നൊഴിവല്ല. എന്താണ് ടെൻഷന്റെ കാരണം? പല കാരണമുണ്ട്. ദീനുൽ ഇസ്ലാം പല കാരണം പഠിപ്പിച്ചിരുന്നുണ്ട്. ഈ വിഷയം നിങ്ങൾ സൈക്കാട്രിസ്റ്റുമാരെടുത്ത് പോയാലും സൈക്കോളജിസ്റ്റുമാരെടുത്ത് പോയാലും കിട്ടൂല കേട്ടോ. അത് അള്ളാന്റെ ദർശനത്തിലൂടെ, സൃഷ്ടി സംവിധായകനായ അള്ളാഹുവിന്റെ ദർശനത്തിലൂടെ വരുന്ന മെഡിസിനാണ്. ഇത് പഠിച്ചോ. ഇതെല്ലാവർക്കും ആവശ്യമുണ്ടാവും, ഒരു തർക്കില്ലേ. ഇതെല്ലാവർക്കും, എനിക്കടക്കം ഇത് പറയുമ്പോൾ എനിക്കും കുറെ സമാധാനം കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തികഞ്ഞ ആളായതുകൊണ്ട് പറയല്ല. എന്താണ് മനുഷ്യന്റെ ടെൻഷന്റെ കാരണം? പല കാരണങ്ങളുമുണ്ട്. ബേസിക്കലായി, അടിസ്ഥാനപരമായി മനുഷ്യന്റെ ദുഃഖ കാരണം, ടെൻഷന്റെ കാരണം, മനോദുഃഖത്തിന്റെ കാരണം മനുഷ്യന്റെ ചിന്തയാണ്. മനുഷ്യന്റെ ചിന്ത. മനുഷ്യന് ചിന്തയുണ്ട്, ഇതര ജന്തുക്കൾക്ക് ചിന്തയില്ല. അതുകൊണ്ട് അവർക്ക് ടെൻഷനുമില്ല. പൂത്തും കാളിയും എരുമയൊന്നും ചിന്തിക്കണില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ടെൻഷനില്ല. മനുഷ്യന് ചിന്ത ഉണ്ട്, അതുകൊണ്ട് അവന് ടെൻഷൻ ഉണ്ട്. ഒരു നായ ഭക്ഷണം കഴിക്കുമ്പോ നാളെ എന്ത് എന്ന് നായയുടെ ചിന്തയിലില്ല. എന്നാൽ ചില ജീവികൾ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നു, സൂക്ഷിക്കുന്നത് നാം കാണാറുണ്ട്. അതൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള സൂക്ഷിക്കലല്ല, അത് പ്രകൃതിപരമായ ഒരു സഹജ ഗുണമാണ് ആ ജന്തുക്കളുടെ. മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് നടപ്പിലാക്കുന്ന പണിയല്ലത്. ഉറുമ്പൊക്കെ കണ്ടിട്ടില്ലേ? മഴക്കാലത്തേക്ക് വേണ്ടി വീടിന്റെ ഓരങ്ങളിൽ, ഹോളുകളിലൊക്കെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് എന്തോ ഐക്യത്തോടുകൂടെ സൂറത്തു നംല് പഠിക്കാണ്ടതിലൊക്കെ ഒരുപാട് മെസ്സേജുകളുണ്ട്. പക്ഷെ അതൊന്നും ചിന്തയുടെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല, സഹജമായ ചില ഗുണങ്ങൾ. ഒരു പൂച്ച എങ്ങനെ എലിയെ പിടിക്കുന്നത്? എലിയുടെ പിറകെ ഓടിക്കിതച്ച് പിടിക്കല്ലോ. പൂച്ച നിരീക്ഷിക്കും ഏത് വഴിക്കപ്പൊ എലി വരുന്നത്. വരുന്ന വഴി കണ്ടെത്തിയാൽ പൂച്ച പതുങ്ങിയിരിക്കും ആ വരുന്ന വഴിയിൽ. എലി വരുമ്പോ ഒറ്റ ചാട്ടം പിടുത്ത, കൂടുതൽ അധ്വാനിക്കൂല. ഇത് ചിന്ത, ഇത് സഹജമായ ആ ജന്തുക്കളുടെ ഒരു നേച്ചറാണ്. സൃഷ്ടി സംവിധായകനായ അള്ളാഹു നിക്ഷേപിച്ച ഒരു സഹജ ഗുണം, അത്ര ഉള്ളത്. അത് ചിന്തയുടെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല. മനുഷ്യന് ചിന്ത ഉണ്ട്, ചിന്ത വേണം. ചിന്ത ഇല്ലെങ്കിൽ മനുഷ്യനും അല്ല. പക്ഷേ ഒരുപാട് ചിന്തകൾ ശാപമാണ്, വേസ്റ്റാണ്, ടെൻഷൻ ഉണ്ടാക്കി തരികയല്ലാതെ ആ ചിന്തകൾ കൊണ്ടൊരു കാര്യവുമില്ല.
ചില ചിന്തകൾ സമാധാനമുണ്ടാക്കുന്ന ചിന്തകളുമുണ്ട്, ചില ചിന്തകൾ നമ്മെ ആത്മീയമായി വളർത്തുന്ന ചിന്തകളുണ്ട്. അപ്പൊ ചിന്തകളുടെ കൂട്ടത്തിലെ ചില വൈഡായ ചിന്തകൾ, റോങ്ങായ ചിന്തകൾ, അതാണ് മനുഷ്യന്റെ സമാധാനം കെടുത്തുന്നത്. നഫ്സു മുത്തുമഇന്നയിലെത്തിയ വ്യക്തി ഈ റോങ് ചിന്തകളെ മുഴുവൻ ഡിലീറ്റ് ചെയ്യും. ആവശ്യമില്ലാത്ത ചിന്തിക്കാൻ നിൽക്കൂല. ഈ ചിന്തിച്ച് വട്ടാകുക എന്ന് കേട്ടിട്ടില്ലേ? അത് ശരിയാണത്. ഈ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചുകെട്ടി ആവശ്യമുള്ള കരുത്തു പകരുന്ന സമാധാനമുണ്ടാക്കുന്ന ചിന്തകളിൽ മുത്തുമഇന്നയുടെ ഉടമ അവന്റെ ചിന്തകളെ പരിമിതപ്പെടുത്തും. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഈ നീറുന്ന മനസ്സിന് സാന്ത്വനമേകാൻ, അവന്റെ ടെൻഷനുള്ള ഹൃദയങ്ങൾക്ക് സമാധാനം സമ്മാനിക്കാൻ ലോകത്ത് പല ചിന്താധാരകളും പ്രത്യയ ശാസ്ത്രങ്ങളും ഇസങ്ങളും പിറവികൊണ്ടു. മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിൽ നിന്ന് ഉടലെടുത്ത ചിന്താധാരകൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, ഇസങ്ങൾ എല്ലാം ഈ മനുഷ്യനെങ്ങനെ, മാനവനെങ്ങനെ സമാധാനം സമ്മാനിക്കാമെന്ന് കൂലങ്കഷമായി ചിന്തിക്കുകയും ആ ചിന്താ പ്രസ്ഥാനങ്ങൾ ഒരുപാട് അധ്യാപനങ്ങൾ, ഒരുപാട് ദർശനങ്ങൾ ലോകത്തിന്റെ മുമ്പ് സമർപ്പിക്കുകയും ചെയ്തു, മാനവന്റെ നീറുന്ന മനസ്സിനെ തണുപ്പിക്കാൻ. പക്ഷേ നടന്നില്ല. ലോകത്ത് കമ്മ്യൂണിസത്തിനോ മാർക്സ്യൻ വ്യവസ്ഥിതിക്കോ അതുപോലെയുള്ള മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിൽ നിന്ന് പിറവികൊണ്ട ചിന്താധാരകൾക്ക് പ്രായോഗികമായ തലത്തിൽ മാനവ കുലത്തിന് മോചനം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മണ്ണെണ്ണ ഒഴിച്ചതുപോലെ ഒരാളിക്കത്തലൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങനെ ഇരിക്കണേ. ചൈന പോലെ, റഷ്യ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ അവരുടെ ദർശനങ്ങളിൽ നിന്ന് പല മേഖലകളിലും പിറകോട്ട് വലിഞ്ഞു. ഞാൻ വിശദീകരിക്കല്ല. അവിടെയാണ് അള്ളാഹുവിന്റെ ദർശനം വരുന്നത്. തമ്പുരാന്റെ ദർശനം, പടപ്പുകളെ പടച്ച നാഥൻ, ഈ സൃഷ്ടികളെ സംവിധാനിച്ച നാഥൻ, അവകൾക്ക് നല്ല ഘടന വെച്ച നാഥൻ, ടെൻഷൻ ഇട്ടുകൊടുത്ത നാഥൻ, ടെൻഷനെ പടച്ച നാഥൻ, അതിന്റെ കാരണങ്ങളെ പടച്ച നാഥൻ, അതിനുള്ള പരിഹാരവും പടച്ചു വെച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് പറഞ്ഞു, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ മനം നീറും, നിങ്ങളുടെ ഉറക്കം നഷ്ടമാകും, നിങ്ങളുടെ ഊണിന് ടേസ്റ്റ് ഇല്ലാതെയാകും, നിങ്ങൾക്ക് സമയം ദീർഘമുള്ളതാകും. ഒരു രാവിന് ഒരു മാസത്തിന്റെ, ഒരു രാത്രിക്ക് ഒരു മാസത്തിന്റെ ദീർഘം നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്താ കാരണം? ഉറക്കം വരുന്നില്ല, ടെൻഷൻ ആലോചിച്ച് കിടന്നിട്ട്. ഒന്ന് സുബഹിയായിരുന്നെങ്കിൽ എണീറ്റ് പോകാമായിരുന്നേനെ. ഇങ്ങനെ നിങ്ങൾ നീറും. ആ നീറുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് തണുപ്പ് വേണോ? സമാധാനം വേണോ? എന്റെ ദർശനം, ഉടമസ്ഥനായ എന്റെ ദർശനം നിങ്ങൾ പഠിക്കൂ, അറിയൂ. അതിൽ ടെൻഷന് കാരണം പറയുന്നു, പ്രതിവിധി പറയുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ട്, ഇന്നിപ്പോ ചിന്ത മാത്രം ഒന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൂ, ടെൻഷന്റെ ഓരോ കാരണവും അതിനുള്ള മറുമരുന്നും നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തേലേക്ക് കയറിയ 2 മണി വരെയെങ്കിലും പറയേണ്ടി വരും. ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസൽമാന്റെ ലക്ഷ്യമായ സമാധാനത്തിന്റെ പറുദീസയായ നഫ്സു മുത്മഇന്നയിൽ നമ്മളെയൊക്കെയും എത്തിക്കുമാറാകട്ടെ.